മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുകയെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. ദുരന്ത ബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും നിർമ്മാണ കരാറുകാരനുമായ ഷാജിമോൻ ചൂരൽമലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദത്തിന് തുടക്കമിട്ടത്. താൻ നിർമ്മിച്ചു നൽകിയ വീടിന് 15 ലക്ഷം രൂപയിൽ താഴെ മാത്രമേ വന്നിട്ടുള്ളൂവെന്നും ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന് 30 ലക്ഷം രൂപയാണ് എന്നുമായിരുന്നു ആരോപണം. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിന്റെ തുകയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങുന്നത് അത് ഷാജിമോൻ ചൂരൽമല എന്ന് പറയുന്ന ആ പ്രദേശവാസി കൂടിയായിട്ടുള്ള ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് 15 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത ഒരു വീടിന്റെ ഒരു ചിത്രം, അതും ഈ മാതൃകാ വീടിന്റെ ചിത്രവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. ഇത് പ്രജീഷിനായി അദ്ദേഹം നിർമ്മിച്ചു നൽകി, അതായത് ഈ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച പ്രജീഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ആ വീടിന്റെ ചിത്രവും ഒപ്പം തന്നെ ദുരന്തബാധിതരുടെ ചിത്രവും കൂട്ടിവെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റാണ് ഈ പ്രചരണത്തിന്റെ എല്ലാം തന്നെ ആധാരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത അദ്ദേഹം വരുത്തേണ്ടതുണ്ട്. മന്ത്രിയുടെ പത്രവാർത്തകൾ, മന്ത്രിയുടെ പ്രസ്താവനകൾ പത്രങ്ങളിലൂടെ കണ്ടിരുന്നു, മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. മന്ത്രി ഞങ്ങളോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അധികാരികളും 20 ലക്ഷം രൂപ സ്പോൺസർമാർക്ക് 30 ലക്ഷമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ട് അറിയിച്ചതുകൊണ്ട് അവർക്ക് 20 ലക്ഷം രൂപയായി കുറച്ചു കൊടുക്കുന്നു. അതുപോലെ 10 ലക്ഷം കൂട്ടി 30 ലക്ഷത്തിൽ അവർ 20 ലക്ഷം തന്നാലും 30 ലക്ഷത്തിന്റെ വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നതെന്ന് ഞങ്ങളോട് വാഗ്ദാനം അവരാണ് ചെയ്തത്. അത് അങ്ങനെയല്ല. ഊരാളുങ്കൽ ULCCക്ക് അതല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത മന്ത്രിമാർക്കുണ്ടല്ലോ. പിന്നെ ഞാനൊരു ആക്ഷൻ കൗൺസിലെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. ഒരു നിർമ്മാണ കരാറുകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നോക്കൂ, 2.2 ടൈലാണ് അതിൽ. ഇന്നത്തെ കാലത്ത് ആരാണ് അങ്ങനെ ഇടുക? 3000 ഒരു സ്ക്വയർ ഫീറ്റിന് 3000 വെച്ച് ഈടാക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഫ്രണ്ടിലെ സൺഷൈഡ് നിങ്ങൾ നോക്കൂ, പ്ലാസ്റ്ററിങ്. ഞാൻ ഇവിടെ നിങ്ങൾ മുൻപ് പറഞ്ഞ പോലെ പ്രജീഷിന്റെ വീട് ഞാനൊരു സന്നദ്ധ സംഘടന വെച്ച് കൊടുത്ത് ഞാനാണ് നിർമ്മിച്ചത്. 1800 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഞാൻ ഈടാക്കിയത്. 1800 രൂപ. അതിൽ 70 രൂപയുടെ ടൈൽ ഉണ്ടായിരുന്നു. 10 രൂപ വരില്ല. അതായത് ഒരു പ്രൊജക്റ്റ് റേറ്റ് വരുമ്പോൾ ഈ ടൈലിന് 10 രൂപ പോലും വരില്ല. ഇവർ ഇട്ട ടൈലിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടിയൊക്കെ ഞങ്ങൾ ഈ ഡിസൈനിലുള്ള അപാകതകൾ, ഈ രൂപകൽപ്പനയുള്ള അപാകതകൾ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞിരുന്നു, ജില്ലാ കളക്ടറോട് പറഞ്ഞിരുന്നു. ആ ഓട് വെച്ച ഫ്രണ്ടിലുള്ള ട്രസ് വർക്കിന്റെ ഒക്കെ. അപ്പോൾ അത് പരിഹരിക്കാം, അത് മാറ്റിക്കൊണ്ടാണ് നിർമ്മിക്കാമെന്നുള്ള പറഞ്ഞിരുന്നത്. ഇപ്പോഴും സമയമുണ്ട്. മാതൃകാ വീടാണ്, അത് മാറ്റട്ടെ. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ ഇന്ന് തള്ളിപ്പറഞ്ഞ നാവ് കൊണ്ട് നാളെ ഇവരെ പുകഴ്ത്തി പറയാനും ഒരു മടിയില്ല. അതിന് രാഷ്ട്രീയം ഇല്ല എന്നാണ് പറയാനുള്ളത്. 15 ലക്ഷത്തിന് ഈ ചുറ്റുമതിലടക്കമുള്ള സാധനങ്ങൾ വരും അതിനകത്ത്? ഇല്ല, ചുറ്റുമതിലില്ല. എനിക്ക് കോൺട്രാക്ട് കെട്ടി വാർത്ത് തേച്ച് പുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് ഇലക്ട്രിക്കൽ പ്ലംബിങ് ചെയ്ത് ഫിറ്റിങ്സ് അത്തരം കാര്യങ്ങളാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡോറ്, ജനൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അത്തരം കാര്യങ്ങളാണ്, പെയിന്റിംഗ് അടക്കം ചെയ്തു കൊടുക്കണം. ഊരാളെങ്കിലുമായിട്ട് ഇവർ നടത്തിയ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടട്ടെ, എങ്കിൽ ഞാൻ നിരുപാധികം പിൻവലിക്കാം. എന്തായാലും ആ വാദമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ വ്യക്തത വരുത്താൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ബാധ്യതയുണ്ട്, സർക്കാരിന് ബാധ്യതയുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്, ഈ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കും ബാധ്യതയുണ്ട്. അങ്ങനെ ഒരു നിലപാട് അവർ കൃത്യമായ രീതിയിൽ പങ്കുവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിന് മറിച്ചൊരു അഭിപ്രായം പറയാൻ താൻ തയ്യാറാണെന്നുള്ള കാര്യം കൂടി ഷാജിമോൻ ചൂരൽമല പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.